ഞങ്ങൾ വെച്ച് മാമിക്കറിയ അബൂബക്കർ. അബൂബക്കറിന് എന്താ പറ്റിയത്? രണ്ട് ആൻസറാ കൊടുത്തത്. ഒന്ന് പാമ്പ് കടിയേറ്റതാ നബിയെ. സെക്കൻഡ് ആൻസർ ഫിദാക്ക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്റെ ഉപ്പാനും ഉമ്മാനും വിറ്റിട്ടെങ്കിലും എന്റെ മുത്തുതങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നു. ഈ വാക്ക് സിദ്ദീഖങ്ങൾ 200-ലധികം തവണ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗുഹന്റെ പുറത്തിറങ്ങിയിട്ട് സിദ്ദീഖുള്ളാഹിനോട് തങ്ങൾ വെച്ച് ഇന്നലെ മോന്റെ കയ്യിൽ നല്ലൊരു ജോഡി ഡ്രസ്സ് കണ്ടില്ലല്ലോ, അത് എവിടെ പോയി? അത് മൊത്തം കീറിയിട്ടല്ലേ ദ്വാരങ്ങൾ അടച്ചത്. പിന്നെ ഒരു ദ്വാരം ബാക്കിയായപ്പോൾ കാല് വെച്ചതാണ്. അപ്പൊ ഡ്രസ്സ് ഇനി വേണ്ടേ? അബൂബക്കർ ഇല്ല, പിന്നെ എങ്ങനെ അബൂബക്കറിന്റെ ഡ്രസ്സ് വേണ്ട? അന്നേരം തങ്ങൾ കരഞ്ഞിട്ട് ദ്വാരം കൊടുത്തതാ, എന്റെ അബൂബക്കറിന് സ്വർഗത്തിൽ സീറ്റ് കൊടുക്കണേ നബിമാരോടൊപ്പം. അപ്പൊ അള്ളാഹ് അഡ്വാൻസ്ഡ് ആയ ആൻസറാ കൊടുത്തത്. അതൊക്കെ നേരത്തെ കൊടുത്തു. അബൂബക്കറിന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആയിരിക്കും കൊടുക്കല്? ദ ലീഡർ അസ്സദീഖ്. കേട്ടോ, ഇതിനാണ് മഹബത്ത് എന്ന് പറയുന്നത്. ഇതിനാണ് മഹബത്ത് എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ സ്വപ്നം കണ്ടപ്പോ എല്ലാരെ കൊട്ടാരത്തിനും വെറുതെ ഒന്ന് കയറി നോക്കി, ചുറ്റുപാടൊക്കെ നോക്കി. നീ ചാരി നിൽക്കുന്ന കൊട്ടാരം ഉണ്ടല്ലോ ഉമറെ, അവിടെ ഞാൻ പോയിട്ടില്ല. എന്തേ? നിന്റെ ആ ഗൗരവ പ്രകൃതി എനിക്ക് ഓർമ്മ വന്ന്. ഉമർ റളിയല്ലാഹു കരഞ്ഞു. ഞാൻ എന്റെ തങ്ങളോട് അങ്ങനെ കാണിക്കും? അങ്ങനെയാണോ ഞാൻ ഉണ്ടാവുക? ഉമർ റളിയല്ലാഹു കരഞ്ഞു. അങ്ങനെയാണോ എന്നെ കുറിച്ച് വിചാരിച്ചത്? കണ്ടോ, അതാണ് ശരിക്കും മഹബത്ത് എന്ന് പറയുന്നത്. ഇന്നിപ്പോ ബുർദ ചെല്ലുമ്പോ ബുർദ കിതാബിന്റെ ഉള്ളിൽ വീഡിയോ ഓണാക്കി വെക്കുക. മുഹിബുണ്ട്, മെഹബൂബ് ഉണ്ടോ എന്ന് പരതേണ്ടി വരും. ഏയ് കേട്ടോ, ഘോഷയാത്രയിൽ സെൽഫിയ, മുഹിബുണ്ട്, മെഹബൂബിനെ പരതേണ്ടി വരും. മനുഷ്യന്മാരെ കോപ്രായങ്ങൾ കാണിക്കരുത് മഹബത്തിന്റെ പേര്. താത്താമാരെ മുന്നിൽ ഇരുത്തിയിട്ട് ബുർദ പാടാൻ നമ്മുടെ ഇസ്ലാം മാറിയില്ല. ഇതാണോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ആഖിറത്തിന്റെ കാര്യം ദുനിയാവിന് വേണ്ടി ചെയ്താല് കൽബ് ചത്തു പോകുന്ന ഷഹറാൻ ഇമാം തംബീഹുൽ മുഖ്തരിയിൽ പറയുന്നുണ്ട്. നമ്മളെ മഹബത്ത് ഉള്ളിന്റെ ഉള്ളിൽ